കാരണം തീർച്ചയായിട്ടും നമ്മുടെ പഴങ്കാലം നാട് നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടി ഈ നാടിന്റെ സംസ്കാരം ഈ സംസ്കാരം നാടൊന്നാകെ ലോകമൊന്നാകെ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ എന്റെ ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാനത്ത് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ കൃതി പ്രേമലേഖനം ഇതാ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനാണ്. വ്യക്തിയാണ് രമണൻ ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബോട്ടോണിക്സ് ബയോ ബോട്ടോണിക്സിൽ. അടുത്തത് ആദരവ് ഏറ്റുവാങ്ങേണ്ടത് ചെന്നൈകളാണ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നത്. വനിതാംഗമാണ്. കുടുംബാംഗങ്ങൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ധന്യ ദീപക്കാണ്. നീതു മുൻപോട്ട് വരേണ്ടതാണ്. നീതു അനിയൻ. ആര്യ ഡി. 23 വയസ്സും മുതിർന്ന വ്യക്തിയും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി. അപ്പൊ അങ്ങനെ അദ്ദേഹം അങ്ങനെ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് കാട് വിട്ട് നാട്ടുപ്രദേശത്ത് പോയി പല സ്ഥലങ്ങളിൽ കൂടിയുടെ ഈ കഴിവറിയുന്നു. നാട്ടും പ്രദേശത്തും ആൾക്കാർ വന്ന് അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കും. ഇത് തീർച്ചയായിട്ടും നേരത്തെ 2-3 തവണയായിട്ട് നടത്തി. നാട്ടുപ്രദേശത്താണല്ലേ ഈ സൗന്ദര്യബോധം കൂടുന്നത്. പെണ്ണ് ഇത്രയും വലിയ വൈദ്യുതി ഇത്രയും സംഘാടക സമിതി കൂടുന്ന സമയത്ത് ഓരോ മേഖലയിലുള്ള ക്ലബ്ബുകാരെയും കവിതകളും സാംബശിവരെപ്പോലുള്ള കഥാപ്രസംഗരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉഴുന്നുവരച്ച ഒരു സംസ്കാരം. എങ്ങനെ സുന്ദരിയാകാം എന്ന ഒരു യൂസ് ചെയ്താൽ തീർന്നില്ലേ ഈ അറിവ്. അപ്പൊ അങ്ങനെ കരിച്ചു കളയുന്ന നാട്ടുപ്രദേശത്താണല്ലേ ഈ സൗന്ദര്യബോധം കൂടുന്നത്. പെണ്ണ് ഇത്രയും വലിയ വൈദ്യുതി ഇത്രയും ഇന്ന് കഴിയുമെങ്കിൽ ജെല്ല് തുറന്നു. അപ്പം പുറയും തൊഴിൽ എന്തിനായിട്ടാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടേതായ കാര്യമില്ല എന്ന് പഠനം വിളിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സാംസ്കാരികം എന്നുള്ള സാധ്യത ആരാൾക്ക് കൊടുക്കും. പണ്ട് കലാനിലയത്തിൻ്റെ നാടകത്തിൽ ഒരു ചെറിയ കഥയുടെ ഒരു നടന്ന സമയം രക്തരക്ഷസ് നാടകമായി കൊണ്ട് ഇറങ്ങിക്കൊണ്ട് വരും. അതിൽ ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു വൈദ്യൻ